ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ടൈപ്പ് ഓഫ് ലോഡിംഗ്, ദാറ്റ് ഈസ് ലോഡിംഗ് വേരിയിങ് ഫ്രം one value to another value uniformly, that is uniformly varying load. Uniformly varying load ആക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാം എന്നുള്ളത് നോക്കാം. കൺസിഡർ എ കാന്റിലിവർ ബീം സബ്ജക്ട് ടു UVL, യൂണിഫോംലി വേരിയിങ് ലോഡ് ലൈക്ക് ദിസ്. ഇവിടെ സപ്പോർട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി ഉള്ളത്, എൻഡിലേക്ക് എത്തുമ്പോൾ അത് 0 ആയിട്ട് മാറി. അപ്പം ഇങ്ങനെ ഒരു കേസ് വന്നാൽ എന്ത് ചെയ്യും? അപ്പം അതിന് നമ്മൾ ആദ്യം തന്നെ നമുക്കിതിൽ ഷിയർ ഫോഴ്സിന്റെയും ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെയും ഇക്വേഷൻസ് നിർബന്ധമായിട്ട് ഉണ്ടാക്കണം ഇവിടെ. അപ്പൊ ഇവിടെ ഈ സപ്പോർട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സാലിയന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ എൻഡ് മാത്രമേ ഉള്ളൂ. അതുവരെ ഗ്രാജുവലി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ആസ് യൂഷ്വൽ വി ആർ സ്റ്റാർട്ടിംഗ് ദ കാൽക്കുലേഷൻ ഫ്രം ദ ഫ്രീ എൻഡ്. അപ്പൊ നമുക്ക് അവിടെ ഫ്രീ എൻഡിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലുള്ള ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് എക്സ് ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കുക. ഫ്രീ എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് ഉള്ളൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു. സോ ദിസ് ഈസ് ദ സെക്ഷൻ XX. ഇവിടുത്തെ ഷിയർ ഫോഴ്സും ബെൻഡിംഗ് മൊമെന്റും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടാക്കണം. എന്നിട്ട് എക്സിന്റെ വാല്യൂ ഇവിടെ 0 മുതൽ L വരെ വേരി ചെയ്യുന്നു. എക്സ് ഇസ് വേരിയിങ് ഫ്രം 0 to L. ഇക്വേഷൻ്റെ അകത്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷിയർ ഫോഴ്സും ബെൻഡിംഗ് മൊമെന്റും കിട്ടും. ഇനി ഈ പോയിന്റിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷിയർ ഫോഴ്സ് അറ്റ് എനി പോയിന്റ് ആസ് പെർ ഡെഫിനിഷൻ വിൽ ബി സം ഓഫ് ദ വെർട്ടിക്കൽ ഫോഴ്സസ്, അല്ലെങ്കിൽ ആൾജിബ്രൈക് സം ഓഫ് ദ വെർട്ടിക്കൽ ഫോഴ്സസ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ സെക്ഷൻ. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഇത്രയും ലോഡാണ് ആക്ട് ചെയ്യുന്നത്, വേറെ വെർട്ടിക്കൽ ലോഡ്സ് ഒന്നുമില്ല. സോ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ആണ്, അപ്പോൾ ഇത്രയും ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ് സൈഡ് ഡൗൺ, സോ ഇറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് ഇത്രയും ലോഡ് ആക്ട് ചെയ്യുന്നു. സോ ഷിയർ ഫോഴ്സ് അറ്റ് XX നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. ഇനി എങ്ങനെയാണ് ലോഡ് കണ്ടുപിടിക്കുക? ഇതൊരു ട്രയാങ്കുലർ വേരിയേഷൻ ലോഡാണ്, അല്ലെങ്കിൽ ഒരു ഏരിയയിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ടോട്ടൽ ലോഡ് വിൽ ബി ഏരിയ ഓഫ് ദിസ് ഗ്രാഫ്. ഇവിടുത്തെ ഏരിയ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ബേസ് ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. ഈ വാല്യൂ എങ്ങനെ കിട്ടും? നമുക്ക് സിമിലർ ട്രയാങ്കിൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അവിടെ, അല്ലേ? ഈ എൻഡിൽ എത്രയാണ് ലോഡ് വരുന്നത്? ദിസ് ഈസ് W per മീറ്റർ ആണ്. ഈ ഒരു സിമിലർ ട്രയാങ്കിൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ W per മീറ്റർ ആണ് ഇന്റൻസിറ്റി, ഇവിടുത്തെ WX. അപ്പൊ നമുക്ക് സിമിലർ ട്രയാങ്കിൾസിന്റെ റേഷ്യോ എടുക്കാം. ഇവിടെ W per ലെങ്ത് ഈസ് ഈക്വൽ ടു W at X divided by X. So W at X will be W per L into X ആയിരിക്കും. സോ ദിസ് ഈസ് ദ ഇന്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ്. അപ്പൊ ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കിട്ടി, ലെങ്ത് ബേസ് ലെങ്ത്തും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത്രയും പോർഷനിലെ ലോഡ് എന്ന് പറയുന്നത് ഇത്രയും പോർഷനിലെ ഏരിയ ആയിരിക്കും. സോ ലോഡ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു X ഇൻറ്റു W by L into X, that is equal to half W X square by L. This is the area of this diagram. ഈ ഒരു ഇത്രയും പോർഷനിലെ ഏരിയ. അപ്പൊ അതാണല്ലോ അവിടുത്തെ ലോഡ് എന്ന് പറയുന്നത്. സോ ലോഡ് ഈസ് ഈക്വൽ ടു ദിസ് മച്ച് ഏരിയ ഓഫ് ദ ഡയഗ്രാം, അല്ലെങ്കിൽ ലോഡിംഗ്. സോ ഷിയർ ഫോഴ്സ് അറ്റ് X is equal to total vertical load acting to the right side of the section. That is acting to the down, so it is positive. That is equal to area of this graph. That is half into W X square by L. So this is the equation for shear force at XX in this case. But X in the value varying from 0 to L. Adile X is equal to 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ എൻഡ് കിട്ടും. Therefore shear force will be suppose these 2 points are A and B. So shear force at B is equal to X 0 ആകുമ്പോൾ 0 കിട്ടും. ഇനി shear force at A എന്ന് പറഞ്ഞാൽ X is equal to L ആണ്. Therefore shear force at A is equal to L വാല്യൂ കൊടുക്കുക അവിടെ. So half into W L square by L, that is equal to half W L, W into L. So this is the shear force at A.
ഇപ്പോൾ രണ്ട് വാല്യൂസും കിട്ടിയല്ലോ. ഷിയർ ഫോഴ്സ് അറ്റ് x is equal to 0, that is the free end കിട്ടി. ഷിയർ ഫോഴ്സ് അറ്റ് x is equal to L, that is at the സപ്പോർട്ടും കിട്ടി. ഇനി ഈ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷനും അറിയാം. Wx²/L ആണ്. എക്സിന്റെ പവർ എത്രയാണ്? 2 ആണ്. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസും കിട്ടി, ആ ലൈനിന്റെ പ്രോപ്പർട്ടിയും കിട്ടി. ഇനി അത് വെച്ചിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. So here it is 0 and here it is W half into WL. അത് പോസിറ്റീവ് ആണ്. വാല്യൂ നമുക്ക് ഇവിടെ പോസിറ്റീവാണ് കിട്ടിയത്. So it will be up direction half into WL or WL/2. Here it is 0, രണ്ടാമത്തെ വാല്യൂ, and it is varying like a parabolic variation. So this is the shear force diagram of this gradually varying load. ഇവിടെ നമുക്ക് ലൈനിന്റെ പ്രോപ്പർട്ടി ഏതാ? പാരബോളിക്. is the SFD of this type of loading. ഇനി BMD എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നോക്കാം. നേരത്തെ നമുക്ക് കിട്ടി ഇവിടെ ടോട്ടൽ ലോഡ് ഓഫ് ഹാഫ് Wx²/L ഈസ് ആക്ടിങ് ടു ദ റൈറ്റ് സൈഡ്. ഇനി ബെൻഡിങ് മൊമെന്റ് കാണണമെങ്കിൽ നമുക്ക് അതിന്റെ ഡിസ്റ്റൻസ് കിട്ടണം. ഇതൊരു ട്രയാങ്കുലർ ഏരിയയിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ലോഡ് ഈസ് ആക്ടിങ് ത്രൂ ദ സെൻട്രോയിഡ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഈസ് x/3. ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് ഈസ് ബേസ് b/3 ആണ്. മെക്കാനിക്സിൽ പഠിച്ചതാണ് കഴിഞ്ഞ കൊല്ലം. സോ ദാറ്റ് ഈസ് x/3. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് xx വിൽ ബി ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. ലോഡ് ഈസ് half Wx²/L into x/3. So equation will be Wx³ by 6L എന്ന് കിട്ടും. So this is the bending moment at xx, Wx³/6L. ഇനി ഇതിൽ എക്സിന്റെ വാല്യൂ എങ്ങനെ വേരി ചെയ്യുന്നു? x is varying from 0 to L. ഇനി അറ്റ് x is equal to 0 നമുക്ക് കിട്ടുന്നത് ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ആയിരിക്കും. ദാറ്റ് ഈസ് 0. അറ്റ് x is equal to 0 bending moment at A will be obtained, and that is equal to WL²/6 എന്ന് കിട്ടും അല്ലേ? സോ ദിസ് ഈ രണ്ട് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഇത്രയും ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഹോഗിങ് മൊമെന്റ് ഉണ്ടാവുന്നത്, റൈറ്റ് സൈഡിൽ ഹോഗിങ് മൊമെന്റ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഓൾസോ നെഗറ്റീവ്. സോ വിൽ ബി ഗെറ്റിംഗ്, we have to draw a bending moment diagram with these values. അപ്പോൾ നെഗറ്റീവ് ആണ് ഇവിടെ, ദാറ്റ് ഈസ് WL²/6, ഇവിടെ 0 ആണ്. ഇനി ഇത് എങ്ങനെ കണക്ട് ചെയ്യും? നമുക്കിവിടെ ക്യൂബിക് ആണ്, x³ ആണ് പവർ കിട്ടിയിരിക്കുന്നത്, 3 ആണ് പവർ. സോ ഇതൊരു ക്യൂബിക് പാരബോള എന്ന് പറയും. വരയ്ക്കുമ്പോൾ നമുക്ക് 2 ഡയമെൻഷനിൽ പാരബോള തന്നെ വരയ്ക്കാം, പക്ഷെ അവിടെ എഴുതുമ്പോൾ അത് ക്യൂബിക് പാരബോള എന്ന് എഴുതണം. And that is the bending moment diagram for this type of loading. ഇവിടെ സൈൻ വരയ്ക്കാൻ വിട്ടുപോയത്, it is negative, here it is positive. The values of WL/2 for shear force, here it is WL²/6. ഇനി അടുത്തത് ലോഡിംഗ് ഇങ്ങനെയാണെങ്കിൽ, ഫിക്സ്ഡ് എൻഡിൽ 0, ഫ്രീ എൻഡിൽ W/മീറ്ററിലായിട്ട് യൂണിഫോംലി വേരിയിങ് ലോഡ് ആണെങ്കിൽ ഹൗ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അവിടെ നമുക്ക് ഒരു സെക്ഷൻ എടുക്കണം, ആ സെക്ഷനിൽ വരുന്ന ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. ടേക്കിംഗ് എ സെക്ഷൻ അറ്റ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം ദ ഫ്രീ എൻഡ്. എപ്പോഴും ഫ്രീ എൻഡ് എന്നാണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ ഒരു സെക്ഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ ഏരിയ ഓഫ് ദ ലോഡിംഗ് വിൽ ബി ലൈക്ക് ദിസ്. ഹിയർ ഇറ്റ് ഈസ് W/മീറ്റർ. നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കണം, W/x എന്നുള്ളത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു ട്രപ്പിസോയിഡൽ ലോഡിംഗ് ആണ്. ദിസ് ട്രപ്പിസോയിഡൽ ലോഡിംഗിന്റെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഏരിയ ഓഫ് ദിസ് ട്രപ്പിസോയിഡ്. ഏരിയ ഓഫ് ട്രപ്പിസോയിഡ് നമുക്ക് ഫോർമുല അറിയാം, ദിസ് പ്ലസ് ദിസ് ഓൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ ലോഡ് കിട്ടും. അത് ആക്ട് ചെയ്യുന്നത് അതിന്റെ സെൻട്രോയിഡിൽ കൂടെ ആയിരിക്കും. ആ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ട്രൈ ദിസ് പ്രോബ്ലം, വർക്കൗട്ട് ചെയ്ത് നോക്കുന്ന വേണം. ഇവിടെ W/x കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇത്രയും പോർഷനിലെ ട്രയാങ്കിൾ ലോഡിംഗ് വേരിയേഷൻ നമുക്കറിയാം.
ഇത് ടോട്ടൽ ലെങ്ത്തിൽ വേരി ചെയ്യുന്നത് W per മീറ്ററിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസിൽ ദാറ്റ് വിൽ ബി L minus X. So we can make an equation W by L equal to Wx by L minus X. So Wx can be obtained. അപ്പോൾ ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ കാണാം, അതിന്റെ സെന്റോയിഡൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സെന്റോയിഡൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഉണ്ട്, അപ്ലൈ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നില്ല, യു ട്രൈ ഇറ്റ് വിത്ത്, നിങ്ങൾ മെക്കാനിക്സ് പഠിച്ചതാണ് ഈ സെന്റോയിഡ് കണ്ടുപിടിക്കലൊക്കെ. എന്നിട്ട് ഈ ലോഡിംഗ് വിൽ ബി ആക്ടിംഗ് ത്രൂ ഇറ്റ് സെന്റോയിഡ്. അപ്പോൾ ഷിയർ ഫോഴ്സ് നമ്മൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റൈറ്റ് സൈഡ് ലോഡ് ആയിരിക്കും, ഇക്വേഷൻ കിട്ടും. ബെൻഡിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ബെൻഡിംഗ് മൊമെന്റ് അറ്റ് ദിസ് സെക്ഷൻ വിൽ ബി ദിസ് മച്ച് ലോഡ് ഇൻ ടു ഡിസ്റ്റൻസ്, അത് കണ്ടുപിടിക്കാം. അങ്ങനെ ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. സോ ട്രൈ ഇറ്റ് വിത്ത്, ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഇമേജ് തരുന്നതാണ്. മേക്ക് എ ട്രയൽ. നെക്സ്റ്റ് നമുക്ക് ഈ ബീമില് പോയിന്റ് ലോഡും UVL അല്ലാതെ ഒരു മൊമെന്റ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ BMD വരയ്ക്കാം എന്നുള്ളത് ഒരു എക്സാമ്പിളിൽ കൂടെ ചെയ്യാം. ഈ ഒരു കാന്റിലിവർ ബീമില് ഒരു പോയിന്റ് ലോഡ് ഈസ് ആക്ടിങ് അറ്റ് 1 kilonewton ആൻഡ് അനദർ മൊമെന്റ് ഈസ് ആക്ടിങ് അറ്റ് C and that moment is a clockwise moment. ഇനി എങ്ങനെ SFD BMD വരയ്ക്കാം? ആസ് യൂഷ്വൽ നമുക്ക് ആദ്യം സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് VA. എത്രയാണെന്ന് കണ്ടുപിടിക്കണം. വി ആർ അപ്ലൈയിങ് ദ കണ്ടീഷൻ സിഗ്മ വെർട്ടിക്കൽ ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് ഇവിടെ RA ഈസ് ആക്ടിങ് അപ്പ് ഓർ VA ഈസ് ആക്ടിങ് അപ്പ്, പ്ലസ് ആണത്. ഇനി വെർട്ടിക്കൽ ആക്ട് ചെയ്യുന്ന താഴോട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് എന്താ ഉള്ളത്? -1 kilonewton. വേറെ ഏതെങ്കിലും വെർട്ടിക്കൽ ലോഡ് ഉണ്ടോ? മൊമെന്റ് നമുക്ക് വെർട്ടിക്കൽ ലോഡ് അല്ലല്ലോ, അത് റൊട്ടേഷൻ അല്ലേ. സോ വെർട്ടിക്കലി ആക്ട് ചെയ്യുന്നത് ആകെ ഒരേ ലോഡ് മാത്രമാണ് 1 kilonewton and that is equal to 0, which implies VA equal to 1 kilonewton. So VA കിട്ടിക്കഴിഞ്ഞു. So here നമുക്ക് ലോഡ് is acting at 1 kilonewton, sorry, support reaction is 1 kilonewton. Here 1 kilonewton load is acting and a clockwise moment of 8 kilonewton meter is acting at C. So this is the reaction and load. ഇനി എളുപ്പ വഴി പോലെ എങ്ങനെ SFD വരയ്ക്കാം? ബേസ് ലൈൻ വരച്ചു. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 1 kilonewton മൂവിങ് അപ്പ് ആണ്. സോ 1 kilonewton ഈസ് ദ ക്വാണ്ടിറ്റി ദാറ്റ് വി ഹാവ് ഇൻ അവർ ഹാൻഡ്. 1 kilonewton ഉണ്ട്. ഇനി ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. ഇവിടെ എവിടെയൊക്കെ വെർട്ടിക്കൽ ലോഡ്സ് വരുന്നോ അവിടെ എല്ലാം അത് കുറയും. അപ്പൊ ഈ എൻഡ് എത്തുന്നത് വരെ വെർട്ടിക്കൽ ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലല്ലോ. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഈ എൻഡ് എത്തുന്ന ഒരു 1 ആയി, ഇവിടെ എത്തുമ്പോൾ അത് 0ലേക്ക് മാറി. ദാറ്റ് ഇസ് പ്ലസ് SFD. ഇവിടെ നമുക്ക് ഈ ഒരു മൊമെന്റിനെ കൊണ്ട് ഷിയർ ഫോഴ്സിൽ യാതൊരു എഫക്റ്റും വരുന്നില്ല. കാന്റിലിവറിന്റെ കേസാണ് പറയുന്നത്. സിംപിളി സപ്പോർട്ടഡ് ബീമിൽ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം അവിടെ ഉണ്ട്. പക്ഷെ കാന്റിലിവറിന്റെ കേസിൽ ഈ മൊമെന്റ് ആക്ട് ചെയ്തതുകൊണ്ട് ഷിയർ ഫോഴ്സിന് യാതൊരു മാറ്റവും വരുന്നില്ല. ഈ 1 kilonewton തന്നെ ഇവിടെയും ഇവിടെ എത്തുമ്പോഴും അത് തന്നെയായിരിക്കും. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ദിസ് 1 kilonewton വി ആർ മൂവിംഗ് ടു ദ റൈറ്റ്. ഓൺലി വെർട്ടിക്കൽ ലോഡ് ആക്ടിംഗ് ഈസ് അറ്റ് B. So 1 kilonewton down, so it is reaching to 0. So that is the shear force diagram. ഇനി ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം? അപ്പൊ ഇവിടുത്തെ സാലിയൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതൊരു പോയിന്റ് ആണ്, അടുത്ത പോയിന്റ് ഇതാണ്, പിന്നെ A ആണ്. അപ്പൊ ഇവിടെ മൊമെന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ എടുക്കുന്ന ആ രീതിയിൽ ചെറിയൊരു സ്റ്റെപ്പിൽ ചെറിയൊരു മാറ്റമുള്ളത്. ഇവിടുത്തെ മൊമെന്റ് കണ്ടുപിടിക്കും. ഇവിടെ സിയിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ, അതായത് സിയിലാണ് 8 kilonewton meter ആക്ട് ചെയ്യുന്നത്. നമ്മൾ 8 kilonewton meter ആക്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നത്തെ ഒരു പോയിന്റിലെ മൊമെന്റ് എത്രയാന്ന് നോക്കും. എന്നിട്ട് മൊമെന്റ് കടന്ന് ഇപ്പുറത്തേക്ക് നിൽക്കും. അപ്പൊ മൊമെന്റ് നമ്മളുടെ റൈറ്റ് സൈഡിൽ വരും. ആ രീതിയിലൊരു പോയിന്റ് എടുക്കും. അപ്പൊ ഈ മൊമെന്റിന്റെ എഫക്റ്റ് അവിടെ വരും. ആ പോയിന്റിലെ മൊമെന്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യും. എയിലെ പോയിന്റ് എടുക്കും. നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് B ആണ്. പിന്നെ C എന്ന പോയിന്റിന്റെ ജസ്റ്റ് റൈറ്റ് സൈഡ്, അതുപോലെ C എന്ന പോയിന്റിന്റെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡ്, ദെൻ A. ഇത്രയും പോയിന്റ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കാരണം ഇങ്ങനെ ഇതെടുക്കാനുള്ള കാരണം അവിടെ ഒരു മൊമെന്റ് വന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ബെൻഡിംഗ് മൊമെന്റ് അറ്റ് B എന്ന് പറയുന്നത് എന്താ? എക്സാക്ട് ഈ പോയിന്റിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, അവിടെ 0 ആയിരിക്കും. ഇനി
ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന പോയിന്റ് ജസ്റ്റ് റൈറ്റ് സൈഡിൽ, നമ്മൾ സി എന്ന പോയിന്റ് ജസ്റ്റ് റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിൽ 1 കിലോന്യൂട്ടൺ മാത്രമേ ഉള്ളൂ അല്ലേ? സോ 1 കിലോന്യൂട്ടൺ ഇൻറ്റു 4, ദാറ്റ് ഈസ് 4 കിലോന്യൂട്ടൺ മീറ്റർ. ഇത് എന്താണ്? നാച്ചുറൽ ഹോഗിങ് മൊമെന്റ് ആണ്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. ഇനി ബെൻഡിങ് മൊമെന്റിന്റെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ കടന്നു. സിയില് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് കടന്നു, ഇപ്പുറം കടന്നു വന്നു. അപ്പൊ ഇവിടെ നമ്മളെ മുന്നിൽ എന്തൊക്കെ ഉണ്ട്? ഈ 1 കിലോന്യൂട്ടൺ കൊണ്ട് ആക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ക്ലോക്ക് വൈസ് മൊമെന്റും ഉണ്ട് റൈറ്റ് സൈഡിൽ. അപ്പൊ ടോട്ടൽ മൊമെന്റ് വിൽ ബി 1 കിലോന്യൂട്ടൺ കൊണ്ടുണ്ടാവുന്ന മൊമെന്റ്. സോ 1 ഇൻറ്റു 4 തന്നെ, വ്യത്യാസമല്ല, കാരണം ജസ്റ്റ് ഒരു സ്റ്റെപ്പേ നമ്മൾ ബാക്കോട്ട് നിന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് നിന്നിട്ടുള്ളൂ. അപ്പൊ 1 ഇൻറ്റു 4 തന്നെ. അത് ഹോഗിങ് ആണോ സാഗിങ് ആണോ? ഹോഗിങ് മൊമെന്റ്. സോ മൈനസ്. ഇനി ഇവിടെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ എക്സാക്ട് സിയിൽ തന്നെ ഒരു മൊമെന്റ് ആക്ട് ചെയ്യുന്നുണ്ട്, 8 കിലോന്യൂട്ടൺ മീറ്റർ. ആ 8 കിലോന്യൂട്ടൺ മീറ്റർ കൊണ്ട് ഈ ബീമിന് എന്താ ബെൻഡിങ് ഉണ്ടാകുന്നത്? ഹോഗിങ് ആണോ സാഗിങ് ആണോ? ഇവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. അപ്പൊ ഈ ക്ലോക്ക് വൈസ് മൊമെന്റ് കൊണ്ട് ഈ ബീമിനെ ഇങ്ങനെ വളയ്ക്കും അല്ലെ? ഇങ്ങോട്ട് വളയ്ക്കും. ഇങ്ങോട്ട് വളയ്ക്കുമ്പോൾ ആ മൊമെന്റ് കൊണ്ടുണ്ടാവുന്നത് ഇങ്ങനെയാണ് മൊമെന്റ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വളയും അല്ലെ? അതും ഹോഗിങ് മൊമെന്റ് തന്നെയാണ്. അപ്പൊ ഈ 8 കിലോന്യൂട്ടൺ മീറ്റർ കൊണ്ടുണ്ടാവുന്ന ഹോഗിങ് മൊമെന്റ് ആണ്. സോ മൈനസ് 8 കിലോന്യൂട്ടൺ മീറ്റർ മൊമെന്റ് തന്നെയാണ്. അപ്പൊ അവിടെ ഡിസ്റ്റൻസിന്റെ ആവശ്യമില്ല. സോ വാട്ട് ഈസ് ദ വാല്യൂ ഹിയർ? -1 into 4, that is -4, -8, that is -12. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം. സി എന്ന പോയിന്റ്, അതായത് എവിടെയാണോ മൊമെന്റ് ആക്ട് ചെയ്യുന്നത് അവിടെ 2 മൊമെന്റ് വാല്യൂസ് ഉണ്ടാവും, 2 ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് ഉണ്ടാവും ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എക്സാക്ട് ആയിട്ട് സിയിൽ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ 2 വാല്യൂസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് സിയിൽ എത്തുന്നത് വരെ -4 ആയിരുന്നു. സിയിലെത്തി ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് കടന്നപ്പോൾ അത് -12 ആയിട്ട് പെട്ടെന്ന് മാറി, വല്ലാണ്ട് കൂടി. കാരണം ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ മൊമെന്റ് ആണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ എന്താവും നോക്കാം. അപ്പൊ എ എന്ന പോയിന്റ് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ എന്തൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്? 1 കിലോന്യൂട്ടൺ കൊണ്ടുകൊണ്ട് മൊമെന്റ് ഉണ്ട്, ദാറ്റ് ഈസ് 1 into 8. അത്രയും ഡിസ്റ്റൻസ്. അത് നെഗറ്റീവ് ആണ്, ഹോഗിങ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ 8 കിലോന്യൂട്ടൺ മീറ്റർ കൊണ്ട് വീണ്ടും അവിടെ ഒരു ഹോഗിങ് മൊമെന്റിന്റെ എഫക്റ്റ് ഉണ്ട്. സോ ദാറ്റ് ഈസ് -8. മൊമെന്റ് ആയതുകൊണ്ട് ഡിസ്റ്റൻസിന്റെ മൾട്ടിപ്ലൈന്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി മൊമെന്റിന് തന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ ടോട്ടൽ മൊമെന്റ് അറ്റ് എ, ദാറ്റ് ഈസ് -16. അപ്പൊ നമുക്ക് എല്ലാ മൊമെന്റ്സ് വാല്യൂസും കിട്ടിയല്ലോ. ഫ്രീ എൻഡിലെ മൊമെന്റ് 0 ആണ്. ഇവിടെ ഒരു മൊമെന്റ് ഉള്ളത് കൊണ്ട് ആ സിന്റെ ജസ്റ്റ് റൈറ്റും ലെഫ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ജസ്റ്റ് റൈറ്റില് -1 into 4, that is -4 കിലോന്യൂട്ടൺ മീറ്റർ. ജസ്റ്റ് ലെഫ്റ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ -1 into 4. പിന്നെ ഈ ഒരു ക്ലോക്ക് വൈസ് മൊമെന്റിന്റെ എഫക്ട് അതും -8 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവ് എന്നൊരു കോൺസെപ്റ്റേ അല്ല. അത് മെക്കാനിക്സിലെ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ അത് ബെൻഡിങ് മൊമെന്റ് എന്നുള്ള കോൺസെപ്റ്റായി. മൊമെന്റ് അല്ല, ബെൻഡിങ് മൊമെന്റ്. ഈ ബെൻഡ് ചെയ്യുന്നത് ഹോഗിങ് ആണോ സാഗിങ് ആണോ എന്ന് നോക്കിയിട്ടാണ് സൈൻ കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ബെൻഡിങ് കൊണ്ട് ഇവിടെ ഹോഗിങ് മൊമെന്റ് ഉണ്ടാവുന്നു. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ ടോട്ടൽ മൊമെന്റ് ഈസ് അറ്റ് -12. ഇനി എയിലെ മൊമെന്റ് നോക്കുന്നു. റൈറ്റ് സൈഡ് മൊത്തം കൺസിഡർ ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ 1 കൊണ്ട് മൊമെന്റ് ഉണ്ടാവുന്നു. പിന്നെ ഈ ഒരു ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ഹോഗിങ് മൊമെന്റ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ -1 into 8, -8, that is -16. സോ ദിസ് വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഡ്രോയിങ് വരയ്ക്കാം. ബേസ് ലൈൻ വരച്ചു. ഇവിടെ 0 ആണ്. എക്സാക്ട് സി എത്തുമ്പോൾ അവിടെ നമുക്ക് ആദ്യ ഒരു പോയിന്റ് -4 ഉണ്ടായിരുന്നു. പിന്നെ അത് 12 ആയിട്ട് കൂടി. പിന്നെ ഇവിടെ എത്തുമ്പോഴോ ദാറ്റ് ഈസ് ഇൻക്രീസ് ടു 16. ഇത് എവറിത്തിങ് നെഗറ്റീവ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് കൊണ്ട് ഇവിടെ മൈനസ് ചെയ്യുന്നില്ല. ഇനി എങ്ങനെ ലൈൻ കണക്ട് ചെയ്യാം? ഇതെന്തായാലും വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും, കാരണം എക്സാക്ട് ആ പോയിന്റിൽ 4 നിന്ന് 12 കൂടിയതാണ് മൊമെന്റ്. ഇനി സിയും എയും എങ്ങനെ കണക്ട് ചെയ്യും? സിയും ബിയും എങ്ങനെ കണക്ട് ചെയ്യും? ഇൻ ബിറ്റ്വീൻ അവിടെ വേറെ ലോഡൊന്നുമില്ല. നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, വേറെ ലോഡൊന്നും ഇല്ലെങ്കിൽ ഒരു ഇൻക്ലൈൻ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ അതേപോലെ വേറെ ലോഡൊന്നുമില്ല ഇൻ ബിറ്റ്വീൻ, വേറെ വെർട്ടിക്കൽ ലോഡ്സ് ഒന്നുമില്ല. സോ ഇറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ. So this is the bending moment diagram for this question. മനസ്സിലായല്ലോ? ഇവിടെ ഈ ഒരു മൊമെന്റ് ഉള്ള സ്ഥലത്ത് നമുക്കൊരു വെർട്ടിക്കൽ ലൈൻ വന്നു. സോ അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കൂടി നമുക്ക് ഒരു നുറുങ്ങ് കൂടി കിട്ടി. അതായത്
മൊമെന്റ് കൊണ്ട് ഷിയർ ഫോഴ്സിൽ പ്രത്യേകിച്ച് എഫക്റ്റ് വരുന്നില്ല. രണ്ടാമത്തെ പോയിന്റ്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ എവിടെയൊക്കെ മൊമെന്റ് ഉണ്ടോ അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ടാവും. ആൻഡ് ദാറ്റ് വെർട്ടിക്കൽ ലൈനിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ മൊമെന്റിന് ഈക്വലന്റ് ആയിരിക്കും. ഇവിടെ എത്രയാണ് മാഗ്നിറ്റ്യൂഡ്? 12 4 ഇടയിലെ ഡിസ്റ്റൻസ് ആണ് 8 ഇവിടുത്തെ യൂണിറ്റ്. അപ്പൊ എവിടെയൊക്കെ മൊമെന്റ് ഉണ്ടോ അവിടെയൊക്കെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ടാവും. ആൻഡ് ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദാറ്റ് മൊമെന്റ്. ഓക്കെ, ഇതാണ് ഇവിടെ കിട്ടുന്ന നുറുങ്ങ്. മനസ്സിലായല്ലോ? ഇത് എളുപ്പ വഴി. ഇതിന്റെ ഇക്വേഷൻ വഴിയുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് തരാം.